ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ രാവിലെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുക്കിംഗ് വീഡിയോ ഞാൻ എടുത്തില്ല. കുക്കിംഗ് വീഡിയോ അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഡയറക്റ്റ് ടേബിളിലേക്ക് എല്ലാം കഴിക്കാനുള്ള ഐറ്റംസ് എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഒരു കപ്പ് ചൂട് ചായ, പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ട് നല്ല ചൂട് ഇടിയപ്പമാണ്. അതുപോലെ തന്നെ കറിയായിട്ട് വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ എപ്പം വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ നോക്കിയാലും കൂടുതലായിട്ടും പൊട്ടറ്റോയും അതുപോലെ തന്നെ ക്യാരറ്റ്സും ആയിരിക്കും എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കുക. ബാക്കി ബീൻസ്, ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇടേണ്ട സമയമാകുമ്പോഴത്തേനും അത് തീരാറുണ്ട്. അപ്പോൾ ഇന്നും എൻ്റെ വെജിറ്റബിൾ കുറുമയിൽ ഞാൻ മെയിനായിട്ട് ഇട്ടിരിക്കുന്നത് ക്യാരറ്റും പൊട്ടറ്റോയും ഒക്കെ തന്നെയാണ്. ഇതെന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള തട്ടിക്കൂട്ട് കുക്കർ വെജിറ്റബിൾ കുറുമയാണ്. അപ്പം എന്താണ്, കുക്കറിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, അതുപോലെ തന്നെ സവോള, പച്ചമുളക്, കറിവേപ്പില ഈ വക ഐറ്റംസൊക്കെ ഇട്ടു. അതിന് ശേഷം ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത പൊട്ടറ്റോയും അതുപോലെ തന്നെ ക്യാരറ്റും ഇട്ടു. പിന്നെ പൊടികളായിട്ട് ഞാൻ ചേർത്തത് കുറച്ച് മഞ്ഞപ്പൊടിയും പെരുംജീരകപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും. മഞ്ഞപ്പൊടിയും പെരുംജീരകപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടു. പിന്നീട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരു 2-3 വിസിൽ കേൾപ്പിച്ചു. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള 1 പോട്ട് റെസിപ്പി, നമ്മുടെ വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ റെഡിയായി. അപ്പോൾ ഞാൻ ഈ 1 പോട്ട് റെസിപ്പി എന്ന് പറഞ്ഞത് കുക്കറിൽ തന്നെയാണ് വെച്ചത്. അതുപോലെ തന്നെ താളിക്കലും കടുക് വറുക്കലും എല്ലാം ആ ഒരു സംഭവത്തിൽ തന്നെ ചെയ്തതിന് ശേഷം ഞാൻ കുക്കർ അടച്ചത്. അപ്പോൾ ഈയിടെയൊക്കെ ഞാൻ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കിയപ്പോഴത്തേനും ആദ്യം എന്ത് ചെയ്തു, വെജീസും ഐറ്റംസൊക്കെ ഇട്ട് ഒന്ന് വേവിച്ച് വിസിൽ കേൾപ്പിച്ചതിന് ശേഷം വേറെ ഒരു പാൻ എടുത്തതിന് ശേഷമാണ് വെളിച്ചെണ്ണ ഒഴിക്കലും അതുപോലെ തന്നെ താളിക്കലും കടുക് വറുക്കലൊക്കെ. പക്ഷേ ഇന്ന് അപ്പം നമുക്ക് കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇങ്ങനെയാണ് ചെയ്തത്. ഇത് വളരെ അടിപൊളി ടേസ്റ്റുമാണ്. എന്നാൽ പണി ഒരുപാട് കുറവാണ്. വളരെ ഈസി ആയിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി തട്ടിക്കൂട്ടി എടുക്കാനും പറ്റും. അപ്പോൾ എനിക്കിത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് 2 ഇടിയപ്പവും പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൂടുതൽ വെജീസൊക്കെ വെച്ചിട്ട് കുറച്ച് കൂടുതൽ കുറുമയും ഒഴിച്ച് വളരെ ടേസ്റ്റി ആയിട്ട്, പിന്നെ വേറെ കാര്യം പറയാൻ വിട്ടുപോയി, ലാസ്റ്റ് കുറച്ച് കൂടുതൽ പച്ചത്തേങ്ങയും കൂടെ അരച്ച് ചേർത്തു. നല്ലതായിട്ട് നല്ല കുറച്ച് ചൂടുവെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ചതിന് ശേഷം തേങ്ങ നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തു. അതിനുശേഷം ഒന്ന് ചൂടായതിനു ശേഷം, തിളയ്ക്കാനൊന്നും വിടണ്ട, ഒന്ന് ചൂടായതിനു ശേഷം നമ്മുടെ കുറുമ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ ആയിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഫ്രൂട്ടായിട്ട് ഒരു ബൗള് ഒരു ബൗള് മാംഗോ എടുത്തു. അതിനുശേഷം പിന്നീട് ഒരു ഓറഞ്ചും കൂടി കഴിച്ചു. വളരെ വളരെ മധുരമുള്ള ഓറഞ്ചായിരുന്നു. മാംഗോയ്ക്ക് ചെറിയൊരു പുളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലഞ്ചായിട്ട് എടുത്തിരുന്നത് കുറച്ച് ചോറും അതുപോലെ തന്നെ നെത്തോലി ഫ്രൈയും ഒരു മുട്ട ചിക്കി പൊരിച്ചതും പിന്നെ നമ്മൾ സവോളയും അതുപോലെ തന്നെ കുറച്ച് ചില്ലി പൗഡറും ഉപ്പും അതിലേക്ക് കുറച്ച് കൂടുതൽ വാളം പുളിയും കുറച്ച് വിനേഗറും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഞെരടിയിട്ട് ആ ഒരു ചമ്മന്തി ഉണ്ടല്ലോ, അതാണ് ഇന്ന് ചോറിന് എടുത്തിരുന്നത്. കാര്യം പ്രത്യേകിച്ച് കറികളും കാര്യങ്ങളൊക്കെ എന്തോ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിങ്ങനെ വളരെ സിമ്പിളായിട്ട് വളരെ ലൈറ്റായിട്ട് ഈ ഒരു ഉള്ളിയും മുളകും കൂട്ടി കഴിക്കാനായിട്ട് ഒരാഗ്രഹം തോന്നി. അപ്പോൾ കുറച്ച് നെത്തോലി ഫ്രൈയും ഉണ്ടായിരുന്നു, ഒരു മുട്ടയും കൂടെ ചിക്കി പൊരിച്ചു. ഭയങ്കര രസമുണ്ടായിരുന്നു. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ആ ഒരു വളരെ സ്പൈസി ആയിട്ടുള്ള ആ ഒരു ചമ്മന്തി, ആ ഒരു സവോള ഉണ്ടല്ലോ, ചോറിലേക്ക് ഇങ്ങനെ കുഴയ്ക്കുമ്പോഴത്തേനും ആ സവോളയൊക്കെ കൂട്ടി കുഴച്ച് ഒരുമിച്ച് കഴിക്കാനായിട്ടൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ മുട്ട എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് മാത്രം ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ ചിക്കി പൊരിച്ച് വെച്ചിരിക്കുന്നതാണ്. അതും എടുത്ത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സവോള ഇട്ടിട്ടുള്ള ഈ ഒരു ഉള്ളിയും മുളകും ഉണ്ടല്ലോ, ഇത് മാത്രം മതിയായിരുന്നു.
കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ ടേസ്റ്റായിട്ട് ഇങ്ങനെ കഴിക്കാനായിട്ട് തോന്നിയപ്പോഴത്തേനും നല്ല ടേസ്റ്റായിട്ട് അത് കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് കറികളായിട്ട് ഒന്നും തന്നെ ഉണ്ടാക്കിയില്ല. കറികൾ കഴിഞ്ഞ ദിവസത്തെ ഇരിപ്പുണ്ട്, പക്ഷേ അതൊന്നും കൂട്ടാനായിട്ട് തോന്നിയില്ല. ഇതാണ് കഴിക്കാൻ തോന്നിയത്. ഭയങ്കര അടിപൊളി ടേസ്റ്റായിരുന്നു. കുറച്ച് കൂടുതൽ വാളംപുളി അതിൽ നന്നായിട്ട് ഞെരടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ സവോള അരിഞ്ഞിട്ടുള്ള ഈ ഒരു ചട്നി ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് കൊക്കനട്ട് ഓയിലിൽ ഒന്ന് ഞെരടി എടുക്കാറുണ്ട്, ഇടയ്ക്ക് വിനേഗറിൽ ഞെരടി എടുക്കാറുണ്ട്. ഇന്ന് വിനേഗറിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള ലഞ്ചൊക്കെ കഴിച്ചു. അതിനുശേഷം ഈവനിങ് ആയപ്പോൾ കുറച്ച് നഗ്ഗറ്റ്സ് പൊരിച്ചത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ നഗ്ഗറ്റ്സ് കഴിച്ചു. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേനും നമ്മൾ 1-2 സ്നാക്സ് വാങ്ങിച്ചായിരുന്നു. വളരെ ക്രിസ്പി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി പരിപ്പുവട അത് വാങ്ങിച്ചു. പിന്നെ പരിപ്പുവട വാങ്ങിച്ച ഒപ്പം തന്നെ നമ്മുടെ ഇതെന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിപ്പത്തൽ, ബീഫും കുഞ്ഞിപ്പത്തലുമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കുഞ്ഞിപ്പത്തൽ കഴിച്ചപ്പോൾ വളരെ യമ്മി ഡിലീഷ്യസ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കുഞ്ഞിപ്പത്തൽ വാങ്ങിച്ചപ്പോൾ എവിടെയോ ഒരു പെപ്പർ പൗഡറിൻ്റെ എരിവ് കൂടുതലായിട്ട് തോന്നി. അതുകൊണ്ട് ഒരുപാട് ആസ്വദിച്ച് കഴിക്കാനൊന്നും പറ്റിയില്ല. സ്പൈസ് ലവേഴ്സിന് ഇത് ഓക്കെയാണ്. ഞാൻ അത്ര വലിയ ഒരു സ്പൈസ് ലവർ അല്ല. എനിക്ക് ആവറേജ് എരിവേ എനിക്ക് പറ്റത്തുള്ളൂ. എനിക്ക് ഒരുപാട് എരിവ് പറ്റുന്ന ഒരാളേ അല്ല. അപ്പോൾ അവർ അത്യാവശ്യം ബീഫിൻ്റെ പീസസൊക്കെ കൂടുതൽ ഇട്ടിട്ട് വളരെ ആർഭാടമായിട്ട് കൊണ്ട് തന്നതായിരുന്നു. പക്ഷേ എരിവ് എനിക്ക് കുറച്ച് പെപ്പർ പൗഡറിൻ്റെ എരിവ് എനിക്ക് കുറച്ച് കൂടുതലായിപ്പോയി. കഴിഞ്ഞ ദിവസം റെസ്റ്റോറൻറ്റിൽ വെച്ച് കഴിച്ചപ്പോൾ എൻ്റെ കറക്റ്റ് സ്പൈസ് ലെവലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിൽ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ആ ഒരു സ്വീറ്റ്നെസ്സും അതുപോലെ തന്നെ ബീഫ് ഗ്രേവിയുടെ ഒരു എരിവും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ തെറ്റിപ്പോയി. എന്താണേലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്തെ ഈവനിങ്, അപ്പോൾ ഡിന്നർ ടൈമായി. ഡിന്നറിന് വേണ്ടിയിട്ട് ഇന്നൊരു തട്ടിക്കൂട്ട് ഐറ്റം തന്നെയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ രാത്രി ഡിന്നറിന് വേണ്ടി എടുത്തിരിക്കുന്നത് ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തി ഓരോന്നായിട്ട് പാനിലിട്ട് ഒരു 2-3 ചപ്പാത്തി ചുട്ടെടുക്കുക. പിന്നെ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഒരു സിമ്പിൾ മുട്ട പൊട്ടിച്ച ഒരു ടൊമാറ്റോ സവോള കറി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കറി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ കറി ഒന്ന് ഞാൻ പാനിലിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് 1-2 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചു. കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് ചിക്കാതെ നമ്മൾ ഒന്നായിട്ട് എടുത്തിട്ടുള്ള ഒരു മുട്ടക്കറിയായിരുന്നു. പക്ഷേ ഇന്ന് ഗ്രേവി വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, അതൊന്ന് ഡ്രൈ ആക്കിയിട്ട് ഇന്ന് വേറൊരു ഫോമിലേക്ക് ആ സെയിം മുട്ടക്കറീനെ ഞാൻ ആക്കുകയാണ്. അത് ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് മുട്ട നന്നായിട്ട് അങ്ങ് പൊരിക്കുകയാണ്. ഇത് വളരെ നമ്മുടെ എഗ് ബുർജി, ഇതിന് എന്താ പറയുന്നതെന്ന് ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷാണ്. എനിക്ക് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് അപ്പത്തിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടം ഈ ഒരു ഡിഷ് എന്ന് പറയുന്നത് ചപ്പാത്തിക്ക് തന്നെയാണ്. അപ്പോൾ ഈ കറി കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആകണം. അപ്പോൾ നല്ല ഡ്രൈ ആക്കി ചിക്കി പൊരിച്ച് എടുക്കണം. അപ്പോൾ എന്നിട്ട് ഇത് ചപ്പാത്തിയും കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ഈ ഒരു ഡിഷ്, ഈ ഒരു ടൊമാറ്റോ ഈസി ആയിട്ടുള്ള എൻ്റെ ഒരു എഗ് ടൊമാറ്റോ കറി, മുട്ടക്കറി ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. പാനിലേക്ക് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് സവോളയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും തക്കാളിയും ഇട്ടു. പിന്നെ പൊടികളായിട്ട് കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടി, കുറച്ച് പെരുംജീരകപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം തക്കാളി സവോളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴണ്ടതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു. അതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കറി എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ ആ കറിയുടെ കുറച്ച് ഗ്രേവി ബാക്കിയുണ്ടായിരുന്നു. അതിലേക്ക് 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊരു ഡ്രൈ ഫോമാക്കി, മുട്ട ചിക്കി കുറച്ച് ഡ്രൈ ഫോമിലാക്കിയിട്ട് അങ്ങനെയാണ് ഇന്ന് കഴിക്കുന്നത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ
റെസ്റ്റോറൻറ്റിൽ നിന്ന് ഈ ഒരു ഐറ്റം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തോ മസാല കുത്തലായിട്ടോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നമ്മൾ വീട്ടിൽ നമ്മുടെ ഇഷ്ടത്തിന് റെഡിയാക്കി എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഡിന്നർ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഡിന്നറിന് വേണ്ടി എടുത്തിരിക്കുന്നത് 2 ചപ്പാത്തിയും അതുപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോ എഗ് കറിയുമാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ സാധാരണ ഇതുപോലെ മുട്ടക്കറി വെച്ചിട്ട് അതിലത്തെ ബോയിൽഡ് എഗ്ഗൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കറി ബാക്കി വരുമല്ലോ, ബാലൻസ് വരുമല്ലോ. അപ്പം അതിലേക്ക് ഞാൻ എന്ത് ചെയ്യും, ഇതുപോലെ മുട്ട ചിക്കിയിട്ട് ഒരു ഡ്രൈ കറിയാക്കി മാറ്റിയെടുക്കാറുണ്ട്. അപ്പം നമ്മൾ എക്സ്ട്രീംലി ഡിഫറൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ തലേ ദിവസം കഴിച്ചതിനേക്കാളും വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തേങ്ങ ചേർക്കാത്ത മുട്ടക്കറി വെക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെയായിരിക്കും. അപ്പോൾ ആദ്യം ഒന്ന് വെള്ളമൊക്കെ വറ്റിച്ച് മുട്ടക്കറി ഒന്ന് വറ്റിച്ചെടുക്കും. അതിനുശേഷം ഒന്ന് ഡ്രൈ ആക്കിയിട്ട് കുറച്ച് കൊക്കനട്ട് ഓയിലും കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്യും, മുട്ട ചിക്കി നന്നായിട്ടൊന്ന് മുട്ടത്തോരൻ പോലെ ആക്കിയെടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഹോംലി ടേസ്റ്റി ഡിലീഷ്യസ് ഡിഷസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ടേസ്റ്റി ഡിഷസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള വളരെ ഈസി സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു. അപ്പം ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ബൗൾ ആപ്പിൾ കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.